സിറിയയിൽ പുത്തൻ ചുവടുവയ്പ്പിനൊരുങ്ങി വിമത തലവൻ. സിറിയയിലെ സായുധ ഗ്രൂപ്പുകൾ പിരിച്ചുവിട്ട് ഒറ്റ സൈന്യമായി മാറുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അബു മുഹമ്മദ് അൽ ജലാനി. തുർക്കി വിദേശകാര്യമന്ത്രി ഹക്കാൻ ഫിഡാനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയാണ് ജലാനിയുടെ പ്രഖ്യാപനം. കൂടാതെ കുർദിഷ് സേനകൾ കൈവശം വെച്ചിരിക്കുന്നതടക്കം രാജ്യത്തെ എല്ലാ ആയുധങ്ങളും സർക്കാർ നിയന്ത്രണത്തിൽ കൊണ്ടുവരുമെന്നും ജലാനി പറഞ്ഞു. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സിറിയയിൽ പ്രസിഡന്റ് ബാഷിർ അൽ അസദിനെ അട്ടിമറിച്ചാണ് ജലാനിയുടെ തെഹ്രീർ അൽ ഷാമിന്റെ നേതൃത്വത്തിലെ വിമതസേന ഭരണം പിടിച്ചെടുത്തത്. ഈ മാസം 8-നാണ് വിമതസേന ഭരണം പിടിച്ചെടുത്തത്. വിമത നേതാവ് മുഹമ്മദ് അൽ ബാഷിർ പ്രധാനമന്ത്രിയായുള്ള താത്കാലിക സർക്കാരാണ് നിലവിൽ സിറിയയുടെ ഭരണ ചുമതല വഹിക്കുന്നത്. സിറിയ ആഗ്രഹിക്കുന്നത് പ്രാദേശിക സമാധാനമാണെന്ന് രാജ്യത്ത് അധികാരം പിടിച്ചെടുത്ത വിമതപക്ഷത്തിന്റെ പ്രസ്താവന ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവന്നിരുന്നു. അഹമ്മദ് അൽ ബാഷിറും അമേരിക്കൻ നയതന്ത്ര പ്രതിനിധിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രാത്രിയോടെയായിരുന്നു പുതിയ പ്രസ്താവന പുറത്തിറക്കിയത്. സിറിയൻ ജനത മേഖലയിലെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും തുല്യ അകലത്തിലാണ് നിൽക്കുന്നത്. സിറിയ ഏതെങ്കിലും ധ്രുവീകരണത്തെ നിരാകരിക്കുന്നു. പ്രാദേശിക സമാധാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ രാജ്യങ്ങളുമായുള്ള പ്രത്യേക തന്ത്രപരമായുള്ള പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിനും ആഗ്രഹിക്കുന്നുവെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ബാഷർ അൽ അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ച വിമതർ സിറിയയുടെ അധികാരം പിടിച്ചതിനു പിന്നാലെ അമേരിക്ക സിറിയയിൽ ഭീകരവിരുദ്ധ നടപടികൾ ശക്തമാക്കിയിരുന്നു. അതേസമയം അമേരിക്ക കിഴക്കൻ സിറിയയിലെ ഡയറിസോറിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ IS നേതാവ് അബു യൂസഫിനെ വധിക്കുകയും ചെയ്തു. ഇയാൾക്കൊപ്പം മറ്റൊരു ഭീകരനും ആക്രമണത്തിൽ മരിച്ചുവെന്നാണ് അമേരിക്കയുടെ വാദം. ഇതോടൊപ്പം സിറിയയിൽ അധികാരം പിടിച്ച വിമത നേതാവിന് നേരെയും US സൗഹൃദകരം നീട്ടി. ഹയാത്ത് തെഹ്രീർ അൽ ഷാം മേധാവി അബു മുഹമ്മദ് അൽ ജലാനി അമേരിക്കയുടെ ഭീകരരുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരുന്നു. അൽ ഖ്വയ്ദ ബന്ധം ആരോപിച്ചായിരുന്നു US-ന്റെ നടപടി. പിടികൂടാൻ സഹായിക്കുന്നവർക്ക് $1 കോടി പാരിതോഷികവും പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ US ഇപ്പോൾ അത് പിൻവലിച്ചിരിക്കുകയാണ്. പശ്ചിമേഷ്യ സന്ദർശിക്കുന്ന US നയതന്ത്ര സംഘത്തിലെ ബർബർ ആലിഫും അൽ ജലാനിയും തമ്മിൽ ദമാസ്കസിൽ കൂടിക്കാഴ്ച നടത്തുന്നതിന് പിന്നാലെയാണിത്. ഭീകരവാദം ഉപേക്ഷിക്കാൻ ഇദ്ദേഹം തീരുമാനമെടുത്തിട്ടുണ്ടെന്നും അത് പരിഗണിച്ചാണ് പഴയ വാഗ്ദാനം പിൻവലിക്കുന്നതെന്നും ലീഫ് പറഞ്ഞു. ഹയാത്ത് തെഹ്രീർ അൽ ഷാം എന്ന സംഘടന ഇപ്പോഴും ഭീകര പട്ടികയിലുണ്ട്. അതേസമയം രാജ്യം വിടാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നും റഷ്യയിൽ അഭയം തേടേണ്ടി വരുമെന്ന് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എന്നും ബാഷർ അൽ അസദ് പ്രതികരിച്ചു. തനിക്കെതിരെ ഡ്രോൺ ആക്രമണം രൂക്ഷമായതിനു പിന്നാലെയാണ് രാജ്യം വിടാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് അസദ് സിറിയ വിട്ടതെന്ന തരത്തിൽ പുറത്തുവന്നിരുന്ന വാർത്തകളും അദ്ദേഹം നിഷേധിച്ചു. സിറിയൻ പ്രസിഡൻസിയുടെ ടെലിഗ്രാം ചാനലിലൂടെ പ്രസിഡന്റ് ബാഷർ അൽ അസദ് എന്ന പേരിലാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന പുറത്തുവന്നിരിക്കുന്നത്. സിറിയയിൽ നിന്ന് പലായനം ചെയ്തതുൾപ്പെടെ എല്ലാം ഈ പ്രസ്താവനയിൽ അസദ് വിവരിക്കുന്നുണ്ട്. 2024 ഡിസംബർ 8 ഞായറാഴ്ച പുലർച്ചെ വരെ താൻ ചുമതലകൾ വഹിച്ചു. സംഘർഷം തുടങ്ങിയപ്പോഴും ദമാസ്കസിൽ തന്നെ തുടർന്നു. വിമതർ തലസ്ഥാനത്ത് പ്രവേശിച്ചപ്പോൾ യുദ്ധപ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനാണ് തീരദേശ നഗരമായ ലദാക്കയിലെ റഷ്യൻ താവളത്തിലേക്ക് നീങ്ങിയത്. ചുരുക്കത്തിൽ റഷ്യ തന്നെ സിറിയയിൽ നിന്ന് ഒഴിപ്പിക്കുകയായിരുന്നു എന്നാണ് അസദിന്റെ വാദം.